നമസ്കാരം. PSC ECEC സക്സസിലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 11/2025 10th ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ. ഈ ചോദ്യപേപ്പറിലെ ആദ്യത്തെ 10 ചോദ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതാണ്. അതിൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത 10 ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളയുടെ കോഡ് JFQBKB ആയാൽ ഒഡീഷയുടെ കോഡ് എന്ത്? JFQBKB അങ്ങനെയാണെങ്കിൽ ഒഡീഷയുടെ കോഡ് എന്ത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ കെ കഴിഞ്ഞ് ഒരു ആൽഫബറ്റ് പുറകിലേക്ക് പോവുക. JK എന്നാണ്. അപ്പം ഓയുടെ അടുത്തു നിന്നാണെങ്കിലും ഒരു ആൽഫബറ്റ് പുറകിലേക്ക് പോയാൽ LMN NO N ആയിരിക്കണം ആദ്യം വരേണ്ടത്. ഇനി E കഴിഞ്ഞ് ഒരു ആൽഫബറ്റ് ഫ്രണ്ടിലേക്ക് വന്നു +1 EF. അപ്പോൾ ഇവിടെ D കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ആൽഫബറ്റ് ഫ്രണ്ടിലേക്ക് വരാം. -1 ഇവിടെ +1 കൊടുത്തു DE. ഇനി വീണ്ടും R PQR. ആറിൽ നിന്ന് ഒരു ആൽഫബറ്റ് പുറകിലേക്ക് പോയി. അപ്പോൾ ഐയുടെ നിന്നും ഒരു ആൽഫബറ്റ് പുറകിലേക്ക് പോവാം. H ആണ്. ഐക്ക് മുമ്പ് വരുന്നത് H ആണ്. HI. ഇനി അടുത്ത A കഴിഞ്ഞാൽ തൊട്ടടുത്ത ആൽഫബറ്റ് ഒന്ന് ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ B. അപ്പം മനസ്സിലായി, ഓൾട്ടർനേറ്റ് ആയിട്ട് -1 +1 എന്ന് പോവുകയാണ്. S കഴിഞ്ഞാൽ ST. ഇനി അടുത്തത് അപ്പം -1 ആയിരിക്കണം. L കഴിഞ്ഞ് -1 JKL. അപ്പം Hൽ നിന്നാണെങ്കിലും -1 പോവുക. GH -1 ചെയ്യുമ്പോൾ G. ഇനി A കഴിഞ്ഞ് +1 B. ഇവിടെ വീണ്ടും A കഴിഞ്ഞ് +1 B. അപ്പോൾ NEHTGB. ഓപ്ഷൻ A ആണ്. NEHTGB. നമുക്ക് ഓപ്ഷൻസ് നോക്കുമ്പോൾ മനസ്സിലാവും. എന്നിൽ സ്റ്റാർട്ട് ചെയ്യുന്ന 2 ഓപ്ഷൻസേ ഉള്ളൂ. എന്നിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. ആൻസർ അപ്പോൾ നമുക്ക് എയോ ഡിയോ ആയിരിക്കും എന്ന് ആദ്യമേ പിടികിട്ടും. ഇനി NEHT വരെയും രണ്ടിലും നോക്കൂ, സെയിം ആണ്. അടുത്തത് GB. അപ്പോൾ ഓപ്ഷൻ A. അടുത്ത ചോദ്യം, 50 കുട്ടികൾ ഉള്ള ക്ലാസ്സിൽ അനുവിൻ്റെ റാങ്ക് 20 ആണ് എങ്കിൽ അവസാന റാങ്കിൽ നിന്നും അനുവിൻ്റെ സ്ഥാനം എത്ര? T = M + N - 1. ഇതാണ് റാങ്കിങ്ങിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട ഫോർമുല. അപ്പോൾ ഇവിടെ T 50. ഇനി മുമ്പിൽ നിന്നുള്ള സ്ഥാനം ആണ് 20, പുറകിൽ നിന്നുള്ള സ്ഥാനമാണ് N -1. 50 = 20 - 1 19 + N. So N is equal to 50 - 19, that is 31. പുറകിൽ നിന്നുള്ള സ്ഥാനം 31. 31 ആയിരിക്കും പുറകിൽ നിന്നുള്ള സ്ഥാനം. ആൻസർ ഓപ്ഷൻ B 31. അപ്പോൾ ഈ ഫോർമുലയിലിട്ട് തന്നെ ചെയ്യണം എന്നില്ല. ഇതൊന്ന് 1-2 ചോദ്യങ്ങൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലിങ്ങനെ ഓർത്തൊക്കെ ആകെ 50 ഉണ്ട്. ഫ്രണ്ടിൽ നിന്ന് 20 ആണെങ്കിൽ പിന്നെ 20 കഴിഞ്ഞാൽ 30 കൂടി വേണം 50 ആകാൻ. ആ 30ഉം ഒന്നും കൂടി കൂട്ടുക. 30 ഇതിൻ്റെ ഡിഫറൻസ് കാണുക. 50ൻ്റെ 20ൻ്റെ വ്യത്യാസമായ 30 ഒന്നും കൂടി കൂട്ടുക. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അടുത്ത ചോദ്യം, 5:126 then 9:126 then 9:1. അപ്പോൾ ഇവിടെ 5ഉം പിന്നെ 5³ + 1 ആണ് 126 എന്ന് പറയുന്നത്. അപ്പോൾ 9 9³ + 1 വരണം. 9³ 9 × 9 × 9 + 1. 9 9s are 81 × 9 729 + 1 730. അപ്പോൾ ഇവിടെ 126 ആണെങ്കിൽ ഇവിടെ 730. ആൻസർ 730 730. ഓപ്ഷൻ A 730 ആണ് ആൻസർ.
അടുത്ത ചോദ്യം, ഒറ്റയാനെ കണ്ടെത്തുക. 146, 156, 176, 196. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കും ബാക്കിയെല്ലാം സാധാരണ നമ്പേഴ്സാണ്. ഇത് മാത്രമാണ് ഒരു പെർഫെക്റ്റ് സ്ക്വയർ. 14 സ്ക്വയറാണ് 196. മറ്റുള്ളതിനെ ഒന്നും നമുക്കൊരു നമ്പറിൻ്റെ സ്ക്വയർ ആയിട്ട് എഴുതാൻ സാധിക്കില്ല. അപ്പോൾ ഇത് മാത്രമാണ് ഇവിടെ ഒറ്റയാൻ, 196. അടുത്ത ചോദ്യം, പ്ലസ് ഈക്വൽ ടു മൾട്ടിപ്ലിക്കേഷൻ, മൈനസ് ഈക്വൽ ടു ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഈക്വൽ ടു മൈനസ്, ഡിവിഷൻ ഈക്വൽ ടു പ്ലസ് എങ്കിൽ 5 + 6 ഡിവൈഡഡ് ബൈ 6 -2 × 10 ഇതിൻ്റെ വില എന്താണ്? അപ്പോൾ ഇവിടെ നമുക്ക് ചിഹ്നങ്ങൾ ഇതനുസരിച്ച് മാറ്റിയിട്ടതിന് ശേഷം ബോട്ട് മാസ് അപ്ലൈ ചെയ്യാം. അപ്പോൾ പ്ലസ്സിന് പകരം 5 × 6, ഡിവിഷന് പകരം +6, മൈനസിന് പകരം ഡിവൈഡഡ് ബൈ 2, ഇൻറ്റുവിന് പകരം -10. ഇങ്ങനെ ഇതിന് ശേഷം ഇനി ബോട്ട് മാസ്, അതിൽ ബ്രാക്കറ്റ് മൂഫ് ഇവിടെ ഇല്ല, ഡിവിഷൻ മുതൽ ഉള്ളൂ. അപ്പോൾ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും വരുമ്പം ലെഫ്റ്റ് ടു റൈറ്റ് പോകാം. മൾട്ടിപ്ലിക്കേഷൻ ആദ്യം ചെയ്യാം, 5 × 6 30, അല്ലെങ്കിൽ 5 × 6 പ്ലസ്, ഇതാണ് ആദ്യം ചെയ്യുന്നതെങ്കിൽ ഇവിടെ 5 × 6 ആദ്യം ചെയ്താലും അതേ ഉത്തരം തന്നെ വരും. എന്നാലും ഈ റൂൾ പ്രകാരം ഡിവിഷൻ ആദ്യം ചെയ്യുന്നു. 6 ഡിവൈഡഡ് ബൈ 2 3 -10. ഇനി അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ, 5 × 6 30 + 3 -10. ഇനി അഡീഷൻ, 33 -10, ലാസ്റ്റ് സബ്ട്രാക്ഷൻ 23. ആൻസർ 23 ആണ്. ഇപ്പോൾ ഇവിടെ ആദ്യം മൾട്ടിപ്ലിക്കേഷൻ 5 × 6 30 ആ രീതിയിലും കൂടെ ഒന്ന് ചെയ്ത് കാണിക്കാം, കാരണം അത് പറഞ്ഞതുകൊണ്ട്. 5 × 6 + 6 ഡിവൈഡഡ് ബൈ 2 -10. ഇവിടെ ഇപ്പം മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ലെഫ്റ്റ് ടു റൈറ്റ് ഓർഡറിൽ എടുത്ത് മാറിയാലും അവിടെ ഇപ്പോൾ ആദ്യം 5 × 6 30 പ്ലസ്, ഇനി 6 ഡിവൈഡഡ് ബൈ 2 3 -10, അത് കഴിഞ്ഞ് 33 -10 = 23. അപ്പോഴും ആൻസർ ഒരുപോലെ തന്നെ വരും. അപ്പോൾ ഇത് ക്ലിയർ ആണെങ്കിൽ മാത്രം ഈ രീതി ഫോളോ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ആദ്യം പറഞ്ഞ ഈ ബോട്ട് മാസിലെ ഈ ഓർഡറിൽ തന്നെ പോയാൽ മതി. ഓക്കെ, ഉത്തരം 23 ആണ്. ആൻസർ ഓപ്ഷൻ ബി 23. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2/3 + x = 5/6. എക്സിൻ്റെ വില എന്ത്? 2/3 + x = 5/6. അപ്പോൾ എക്സിൻ്റെ വിലയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ x = 5/6 - 2/3. 2/3യെ അപ്പുറത്തെ വശത്തേക്ക് ട്രാൻസ്പോസ് ചെയ്തു. ഇനി നമുക്ക് LCM കാണാം, അല്ലെങ്കിൽ ലൈക്ക് ഫ്രാക്ഷൻസ് ഒക്കെ. 5/6 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ലൈക്ക്, അതായത് ഡിനോമിനേറ്റർ സെയിം ആക്കുന്നു. 6ൻ്റെയും 3യുടെയും ലെസ് ആകും എടുത്താലും 6 വരും. അല്ലെങ്കിൽ ഇവിടെ 6 ആക്കണമെങ്കിൽ ഒരു 3 × 2 ചെയ്തു, ഇവിടെ 2 × 2 ചെയ്യുന്നു. ലൈക്ക് ഫ്രാക്ഷൻസ് ആക്കാന്ന് പറയുന്നത് ഡിനോമിനേറ്റർ സെയിം ആക്കുന്നു. 5/6 - 4/6. 2/3യുടെ തന്നെ ഒരു ഈക്വലൻറ്റ് ഫ്രാക്ഷൻ ആണല്ലോ 4/6. ഇനി 6 ഇപ്പോൾ കോമൺ ആയി. 5 - 4 = 1/6. എക്സിൻ്റെ വാല്യൂ 1/6 ആണ്. x = 1/6. ആൻസർ ഓപ്ഷൻ ഡി, x = 1/6. അടുത്ത ചോദ്യം, ഒരാൾ നേർരേഖയിൽ 5 മീറ്റർ കിഴക്കോട്ടും തുടർന്ന് നേർരേഖയിൽ തന്നെ ലംബമായി 12 മീറ്റർ വടക്കോട്ടും നടന്നു. ഇപ്പോൾ നിൽക്കുന്ന സ്ഥാനവും ആദ്യത്തെ സ്ഥാനവും തമ്മിലുള്ള കുറഞ്ഞ അകലം എന്ത്? അപ്പോൾ നേർരേഖയിൽ 5 മീറ്റർ കിഴക്കോട്ട്, അപ്പോൾ 5 മീറ്റർ ഇതാണ് കിഴക്ക് ഭാഗം. ഇനി തുടർന്ന് നേർരേഖയിൽ തന്നെ ലംബമായി 5 മീറ്റർ 12 മീറ്റർ വടക്കോട്ടെന്ന് പറയുമ്പോൾ മുകളിലേക്ക്
12 മീറ്റർ. വടക്കോട്ട് ഇപ്പോൾ നിൽക്കുന്ന സ്ഥാനം. അപ്പോൾ ഇതാണ് സ്റ്റാർട്ട് ചെയ്തതും ഇപ്പോൾ നിൽക്കുന്ന സ്ഥാനം, ഫൈനലായിട്ട് നിൽക്കുന്ന സ്ഥാനവും. എഫ് എന്ന് മാർക്ക് ചെയ്യുന്നു. സ്റ്റാർട്ടിങ്ങും ഫൈനലും സ്ഥാനവും ആദ്യത്തെ സ്ഥാനവും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ അകലം. അപ്പോൾ ഏറ്റവും കുറഞ്ഞ അകലം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഡോട്ടഡ് ലൈൻ കാണിക്കുന്നത് ഇതായിരിക്കും കുറഞ്ഞ അകലം. ലംബമായിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു 90 ഡിഗ്രി. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ പോലെയാണ്. അപ്പോൾ ഇതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാൻ ആ ചിത്രം ഇങ്ങനെയായിരിക്കും. 5, 12 നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇത്. അപ്പോൾ ദിസ് വിൽ ബി ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 5 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ. ഇത് നമുക്ക് കണ്ടുപിടിക്കാം. സ്ക്വയർ റൂട്ട് ഓഫ് 25 പ്ലസ് 144 ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 169 ഈക്വൽ ടു 13 മീറ്റർ. 13 മീറ്റർ ആയിരിക്കും ഇപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിൻറ്റും ഫൈനലായിട്ട് ഇപ്പോൾ നിൽക്കുന്ന ദൂരവും തമ്മിലുള്ള വ്യത്യാസം. ഇത് പൈതഗോറസ് തിയറം പ്രകാരമാണ് ഈ ഹൈപ്പോട്ടന്യൂസിൻ്റെ നീളം കണ്ടുപിടിച്ചത്. ഇനി അതുപോലെ ഡയറക്ഷൻസ് എപ്പോഴും ഓർത്ത് വയ്ക്കുക. ഇങ്ങനെ വടക്ക്, തെക്ക്, വടക്ക്, തെക്ക്. ഇനി ഇത് കിഴക്ക്, പടിഞ്ഞാറ്. നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം 13 മീറ്റർ. ആൻസർ ഓപ്ഷൻ സി, 13 മീറ്റർ. അടുത്ത ചോദ്യം, പുസ്തകങ്ങൾ, ലൈബ്രറി, സിനിമ. അപ്പോൾ ഓപ്ഷൻസ് നോക്കുമ്പോൾ ടിക്കറ്റ്, തിയേറ്റർ, സംവിധായകൻ, നിർമ്മാതാവ്. അപ്പോൾ തിയേറ്റർ. ലൈബ്രറിയിൽ പോയി പുസ്തകങ്ങൾ എടുക്കുന്നു, തിയേറ്ററിൽ പോയി സിനിമ കാണുന്നു. അടുത്ത ചോദ്യം, എയുടെ അമ്മയാണ് ബി, ബിയുടെ അമ്മയാണ് സി, സിയുടെ മകനാണ് ഡി എങ്കിൽ എയുടെ ആരാണ് ഡി? അപ്പോൾ മാർക്ക് ചെയ്യാം. ഏറ്റവും താഴെ എയുടെ അമ്മയാണ് ബി. അപ്പോൾ ബി. അപ്പോൾ അമ്മ എന്ന് പറഞ്ഞേക്കുന്നതും കൂടി ഇവിടെ മാർക്ക് ചെയ്യുന്നത് കാരണം സ്ത്രീയാണ് എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകും. എയുടെ അമ്മയാണ് ബി, ബിയുടെ അമ്മയാണ് സി. അടുത്ത ഒരു ജനറേഷൻ മുകളിലോട്ട് സി ബിയുടെ അമ്മ. സിയുടെ മകനാണ് ഡി. അപ്പോൾ സിയുടെ മകളാണ് ബി, സിയുടെ മകൻ. സിയിൽ നിന്നും ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യുന്നു ഡി, മകൻ. സിയിൽ നിന്നാണ് മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ സിയുടെ മകനാണ് ഡി എങ്കിൽ എയുടെ ആരാണ് ഡി? അപ്പം എയുടെ അമ്മയുടെ സഹോദരൻ അല്ലേ? എയുടെ അമ്മയുടെ സഹോദരനല്ലേ? എയുടെ അമ്മയുടെ സഹോദരൻ. എയുടെ അമ്മയായ ബിയും ഡിയും സഹോദരങ്ങളാണെന്ന് മനസ്സിലായി. ബിയുടെ സഹോദരനാണ് ഡി. അപ്പോൾ എയുടെ അമ്മയുടെ സഹോദരൻ, അമ്മാവൻ. ഓപ്ഷൻ സി, അമ്മാവൻ. അടുത്ത ചോദ്യം, മനുവിന് വിനുവിനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. അടുത്ത വർഷം മനുവിൻ്റെ പ്രായം വിനുവിൻ്റെ പ്രായത്തിൻ്റെ 2 മടങ്ങാകും. ഇപ്പോൾ മനുവിൻ്റെ പ്രായം എത്രയാണ്? അപ്പോൾ നമുക്കിത് ഓപ്ഷൻസ് കാണുമ്പോൾ മനസ്സിലാവും. ഓപ്ഷൻസിൽ 19, പിന്നെ 9, 6, 10 ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ മനുവിൻ്റെ പ്രായം 19 ആണെങ്കിൽ മനുവിന് വിനുവിനേക്കാൾ 10 വയസ്സ് കൂടുതലാണെന്നാണ്. അപ്പോൾ മനുവിനിപ്പോൾ 19 ആണെങ്കിൽ വിനുവിൻ്റെ പ്രായം 9 ആയിരിക്കണം. അടുത്ത വർഷം, അപ്പോൾ അടുത്ത വർഷം എന്ന് പറയുമ്പോൾ 20 ആകും മനുവിന്. അടുത്ത വർഷം മനുവിൻ്റെ പ്രായം വിനുവിൻ്റെ പ്രായത്തിൻ്റെ 2 മടങ്ങാകും, 10. അപ്പോൾ വിനുവിന് അടുത്ത വർഷം 10 ആവും. 10 × 2 20. അപ്പോൾ ഇപ്പോൾ മനുവിൻ്റെ പ്രായം 19. നമുക്ക് ഈ ഓപ്ഷൻസിൽ നിന്ന് തന്നെ പോകുമ്പം പെട്ടെന്ന് കിട്ടുന്നുണ്ട്.
ഓപ്ഷൻ എ 19. നമുക്ക് ഓപ്ഷൻ ബി ഒക്കെ നോക്കുമ്പോൾ മനസ്സിലാവും മനുവിന് വിനുവിനേക്കാൾ 10 കൂടുതലാണ്. അപ്പോൾ 9 എടുക്കുന്നതെങ്കിൽ അതിൽ നിന്ന് 10 കുറച്ച് നമുക്ക് പറ്റില്ല. പിന്നെ 6 എടുക്കുന്നതെങ്കിലും അതിൽ നിന്ന് 10 കുറവ്. ഇനി അതുപോലെ 10 നിന്നും 10 കുറഞ്ഞ 0. അപ്പം നമുക്ക് ആ ഓപ്ഷൻ തന്നെ നോക്കുമ്പോൾ 19 ആയിരിക്കും ഫസ്റ്റ് ഓപ്ഷൻ ഒരു തോന്നൽ വന്ന് നമ്മൾ എക്സ് ഒന്നും ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നിൽക്കാതെ തന്നെ നമുക്ക് ഓപ്ഷൻസിൽ നിന്നും ചിലപ്പോൾ പെട്ടെന്ന് കിട്ടും. 19 ആണെങ്കിൽ വിനുവിന് 9 ആയിരിക്കും. അടുത്ത വർഷം മനുവിന് 20 ആവും, വിനുവിന് 10 ആവും. 10ൻ്റെ 2 മടങ്ങാണ് 20. അപ്പം എളുപ്പം ആൻസർ കിട്ടുന്നു ഓപ്ഷൻ എ 19. അപ്പോൾ ഇത്രയുമാണ് ഈ ചോദ്യപേപ്പറിലെ മാത്സ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ്. ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്